ഇറ്റാലിയൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപിച്ചു എന്ന രീതിയിൽ, അതുകൊണ്ട് ഈ അമേരിക്കയിലേക്കുള്ള സന്ദർശനം ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി റദ്ദാക്കി എന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്താണ് ഈ ഡൊണാൾഡ് ട്രംപ് ചെയ്തത്? ഈ ട്രംപിനെ കൊണ്ട് വയ്യ. ട്രംപ് എന്തൊക്കെ പറയുന്നു ട്രംപിന് പോലും അറിയില്ല. ട്രംപ് G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങി വന്നപ്പോൾ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ആ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനി എൻ്റെ കൂടെ പടമെടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കെഞ്ചിയത് കൊണ്ടാണ് ഞാൻ പടമെടുക്കാൻ അനുവദിച്ചത്. ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച്, ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വനിതാ നേതാവിനെ കുറിച്ചാണ് ട്രംപ് ഇത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്തുവെന്ന് അവർ തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. ഞാൻ ഒരിക്കലും ട്രംപിനോട് പോയി കൂടെ പടമെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പുള്ളിയുടെ ഒരു അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കളിയാക്കലിൻ്റെ അപ്പുറത്തേക്ക് അമേരിക്കയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധത്തെ തന്നെ ഉലച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ഇന്ന് നടത്താനിരുന്ന അമേരിക്കൻ യാത്ര റദ്ദാക്കിയിരിക്കുന്നു. അവിടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കാണാൻ നിൽക്കുകയായിരുന്നു SKN. എന്തായാലും ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സുഹൃത്ത് ബന്ധമുള്ള വ്യക്തി. അവർ മാത്രമല്ല, എർദോഗാൻ, രാജ്യാന്തര തലവന്മാരായിട്ടൊക്കെ വലിയ രസകരമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ജോർജിയോ മെലോനി. നേരത്തെ ട്രംപിൻ്റെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വലിയ വക്താവായിരുന്നു. ട്രംപിന് വലിയ ഇഷ്ടമായിരുന്നു. ആ ട്രംപ് തന്നെ അവരെ തള്ളി പറഞ്ഞിരിക്കുന്നു. മെലോഡി മിഠായുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. രണ്ടുപേരും അത് വളരെ ആസ്വദിച്ച് അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും പിന്നെ അവർ സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലി മെലോണി നിർത്തിയത് എർദോഗാൻ, തുർക്കിയുടെ പ്രസിഡന്റ്, പറഞ്ഞു ഇങ്ങനെ വലിച്ച് കൂമ്പുവാട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ചോദിച്ചു, ഇപ്പം സിഗരറ്റ് വലിക്കുന്നില്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, ഞാൻ സിഗരറ്റ് വലി നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ അവരെപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളിയാക്കി അധിക്ഷേപിച്ച് വിട്ടത്. എന്തായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉലയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ട്രംപിന് അല്ലെങ്കിൽ ഇപ്പോൾ നല്ല കാലമല്ല SKN. അപ്പോൾ അതിനിടയിൽ ഉക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമാവുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, പുട്ടിൻ്റെ വലിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂടി പുട്ടിനോട് യുദ്ധം ഉടനെ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ യുക്രൈന് കൂടുതലായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ പോവുകയാണ്. സൈന്യം ഇത് കൊടുക്കുന്നു. ഏതാണ്ട് വലിയ രീതിയിൽ 1.5 ലക്ഷം ഡ്രോണുകളാണ് ബ്രിട്ടൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോണുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉക്രൈൻ കൂടുതൽ ആക്രമണം ശക്തമാക്കും. ഇപ്പോൾ തന്നെ മോസ്കോയിലൊക്കെ 500-ഉം അതിലേറെയും ഡ്രോണുകൾ വിട്ടാണ് അവിടുത്തെ റിഫൈനറികളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പുട്ടിന് നല്ല പോലെ അടി കിട്ടുന്നുണ്ട്, പുട്ടിൻ തിരിച്ചു അടിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കീവിലെ കത്തീഡ്രലടക്കം തകർത്ത് കളഞ്ഞു പുട്ടിൻ. അപ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.